ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള 9 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തിരിക്കുന്ന മാങ്ങയാണ്. അത്യാവശ്യം മൂത്തിട്ടുള്ള മാങ്ങ വേണം നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കാനായിട്ട്. മാങ്ങയ്ക്ക് മധുരമൊന്നും ആയി തുടങ്ങരുത്, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ ചെത്തിയിട്ടാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ കത്തി കൊണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ മാങ്ങയും ഒന്ന് ചെത്തിയെടുക്കാം. ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് ചെത്തിയിട്ട് മാങ്ങ അച്ചാർ ഇട്ടാല് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പില് 1/4 കപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മാങ്ങയും ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ രാത്രിയിലാണ് ഞാൻ ഈ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. രാവിലെയാണ് നമ്മളിത് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തെടുക്കുന്നത്. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. രാവിലെ ആയിട്ടുണ്ട്. ഈ മാങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് സ്ട്രെയിനർ എടുക്കുമ്പോൾ അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിനു ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. അധിക ദിവസം ഒന്നും ഉണക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രാവിലെ ഞാൻ വെയിലത്ത് വെച്ചിരുന്നാണ്. ഇപ്പൊ ഉച്ച തിരിഞ്ഞായിട്ടുണ്ട്. കണ്ടില്ലേ, അത്രയും സമയത്ത് ഒരു മാങ്ങ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരു ദിവസത്തെ ഒരു ഉണക്കം മാത്രം മതി. നമ്മള് വെയിലത്ത് വെച്ചിട്ട് മാങ്ങ ഉണക്കിയെടുത്താല് അച്ചാർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ അച്ചാറിന് ടേസ്റ്റും കിട്ടും. ഇനി നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടാവാനായിട്ട് വെച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. അത് ചൂടാവുന്ന സമയം കണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ അച്ചാറിന് നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മള് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടോട് കൂടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മുളക് പൊടിയുടെ കളറ് പെട്ടെന്ന് മാറിപ്പോവും. അപ്പം അച്ചാറിന് നല്ലൊരു റെഡ് കളറിന് പകരം ഒരു ഡാർക്ക് കളറായിട്ട് പോവും. എണ്ണയുടെ ചൂട് ഒരു പകുതിയോളം മാറിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ചൂട് കൊണ്ട് മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിരിക്കുന്ന മാങ്ങയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ നമ്മൾ എണ്ണ ചൂടാക്കുന്ന സമയത്ത് അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പരിപ്പ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനായിട്ട് കിട്ടും.
ഇത് ഇട്ട് കൊടുത്താൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കടുക് പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാങ്ങയിൽ നിന്ന് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ലൂസ് പോലെ തോന്നും. അത് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് വരുമ്പോൾ കറക്റ്റ് ഗ്രേവി കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണ് ഉള്ളത്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമ്മളിതിൽ വിനേഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത്യാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ്. വെയിലത്ത് വെച്ച് കുറച്ച് സമയം വാട്ടിയെടുക്കുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഗ്ലാസിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. മീൻ കൊണ്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നമ്മൾ അച്ചാറല്ലാതും ഈ ബോട്ടിലുകളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ബോട്ടിലിലേക്കാണ് ഈ അച്ചാർ ഉള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.